അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഇന്ന് കുറച്ച് നേരം വൈകി വീഡിയോ എടുക്കാൻ. കാരണം ഇന്ന് ഞങ്ങൾ കുറച്ച് ഇവിടെ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളും സംഭവങ്ങളൊക്കെ മേടിച്ചാനും വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെ മേടിക്കാൻ ഞങ്ങളെല്ലാവരും പോയി. ഉറക്കക്ഷീണമാണ് കേട്ടോ മുഖത്ത്, ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. ഇനി ഉറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ വന്നപ്പോഴത്തേന് 10 മണിയൊക്കെ കഴിഞ്ഞു. 10 മണി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാതും ഒരുക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ ടൈമായിന്ന്. അപ്പോൾ ഈ നാളെ നേരം വെളുക്കുമ്പോൾ ഒരു 6:30-ക്ക് പോകണം. അടുത്ത ഉമ്മാനെയും കൊണ്ട് മസ്കറ്റേക്ക്. അവൻ്റെ കാലിൽ വയ്യാന്ന് പറഞ്ഞില്ല, അതിന് ചെക്കപ്പിൻ്റെ ഡേറ്റാണ് മറ്റന്നാണ്. പക്ഷെ ഞങ്ങൾ നാളെ പോവും. നാളെ പോയിട്ട് അവരെ ഫാമിലി ഉണ്ട് മസ്കറ്റിൽ, അപ്പോൾ നാളെ അവിടെ നിൽക്കും. അവിടെ മറ്റന്നാൾ രാവിലെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകും. കാരണം ഇവിടുന്ന് പോയാൽ എത്തൂല, രാവിലെ നേരത്തെ അവിടെ എത്തണം. അപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് ലോങ്ങല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഷിപ്പിലാണ്. ഇവിടുന്ന് കുറച്ച് പകുതി ഷിപ്പിൽ പോകണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് കാർ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ 6:30-ക്ക് ഷിപ്പ് വരും. അപ്പോൾ അതിൽ പോകണം. അപ്പോൾ രാവിലെ നേരത്തെ അതിനുള്ള ഒരുക്കം നോക്കണം. അതിന് വൈകിയ 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓടിച്ചാടി നടക്കുക ചെയ്തിരുന്ന പിന്നെ ആ വടി കുത്തിയിട്ടാണെങ്കിലും നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് അതിന് ഒട്ടും വയ്യ. അപ്പോൾ പിന്നെ ഡോക്ടറെ കാണാൻ അടുത്ത മാസമാണ് ശരിക്ക് കാണേണ്ടത്. പക്ഷെ ഇതിന് വയ്യായൊക്കെ ആയപ്പോൾ പെട്ടെന്ന് കാണിച്ചാൽ വിചാരിച്ചിട്ട്, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിന് വയ്യാതെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട്, അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാളെ കൊണ്ടുപോവാണ്. ഇനി എന്താ ചെയ്യാന്നറിയില്ല. വയ്യെങ്കിൽ അഡ്മിറ്റ്, അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വയ്യാറിന് കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിയെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അഡ്മിറ്റ് ആക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. അവർക്ക് എന്തായാലും അതിൻ്റെ അസുഖം പെട്ടെന്ന് മാറട്ടെ, പഠിച്ചൊക്കെ ആക്കട്ടെ. അതിന് പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളവിടെ കേരളത്തിലൊക്കെ പെരും മഴയാണല്ലോ. ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലട്ടോ. ഒന്നാമത് മനുഷ്യന്മാർക്ക് ക്ഷീണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം പിന്നെ പാത്രം കഴുകണ വരെ ചൂടുവെള്ളത്തിലാണ് ഇവിടെ. അതൊന്നും പറയണ്ട. വെള്ളം ചൂടാറി നേരെ സുബൈക്ക് നീക്കുമ്പോൾ മാത്രം ഉണ്ടാവും ഒരു കുറച്ച് തണുത്ത വെള്ളം, അപ്പോൾ കിട്ടും. അതാണ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചൂടുവെള്ളം. ഇപ്പം ഈ സമയത്ത് വരെ ചൂടും പോയിട്ടില്ല. ഇതൊക്കെയാണ് അവസ്ഥ പെടുത്തത് മക്കളെ. വേറെ ഏതൊക്കെ ഭാഗത്തൊക്കെ മഴ ഉണ്ട്, കാരണം ഇങ്ങോട്ട് മഴയൊന്നുമില്ല. ഒന്നാമത് മനുഷ്യന്മാരൊക്കെ കുഴങ്ങിയിരിക്കുന്നു ചൂടുകൊണ്ട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ എമ്മാരി ചൂടച്ചിട്ട് അവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അവിടെ. നമ്മൾ പറയുമ്പോൾ വിചാരിച്ചും വലിയ ചൂടൊന്നുമില്ല എന്ന്, പക്ഷെ അനുഭവിക്കുമ്പോൾ മാത്രമേ അതറിയുള്ളൂ. ഈ കടയിലത്തെ ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ കൊടുന്നേരാൻ വരുമ്പോൾ ഇടങ്ങാറ് തോന്നും. കാരണം അങ്ങനെ പിന്നെ ചൂടത്തെ എന്തൊരു ചൂടാ. പുറത്തായിട്ടൊക്കെ ഇപ്പോൾ കൊടുന്നേരല്ല നിവർത്തിയില്ലല്ലോ. പുറത്തുള്ള പണിക്കാരൊക്കെ അവസ്ഥ തന്നെയല്ലേ അല്ലേ. നമ്മൾ പിന്നെ ഉള്ളിലാവുകൊണ്ട് നമുക്ക് വല്ലാതെ പ്രശ്നമില്ല. എന്തിനാലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ ചെറിയൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇവിടെ ഈ പുറത്തു കൂടെ ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായാലും എല്ലാവർക്കും സുഖാവട്ടെ. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ പോയി വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.